അതെ യമുനയാ. എന്താ? ഞാനിപ്പോ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. റഷീദയുടെ വീട്ടുകാർ അവൾക്ക് വിവാഹം നിശ്ചയിച്ചു. മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോന്നു. അതെ, എന്റെ കൂടെ ഇവിടെയുണ്ട്, ഹോട്ടൽ അശോകിൽ, റൂം നമ്പർ 110. രജിസ്റ്റർ മാറിയൊന്നും പെട്ടെന്ന് നടക്കില്ല. ഇപ്പൊ അതല്ല പ്രശ്നം. റഷീദെ ആകെ അപ്സെറ്റാണ്. മുറിയിൽ കയറിയത് മുതൽ കരച്ചിൽ നിർത്തിയിട്ടില്ല. അവളെ ആശ്വസിപ്പിക്കാൻ ഇപ്പോ യമുനയ്ക്കേ കഴിയൂ. ഈ സമയത്ത് ഒരു കൂട്ടുകാരുടെ സഹായം അവൾക്ക് ആശ്വാസമായിരിക്കും. ഒന്നിങ്ങോട്ട് വന്നാൽ. അയ്യോ, ഞാനോ? വത്സല ചേച്ചിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പ്ലീസ് ഒരു മിനിറ്റ്, ഞാൻ റഷീദരെ കൊടുക്കാം. റഷീദേ, ഹലോ. നമ്മൾ തമ്മിൽ പരിചയമില്ല, പക്ഷെ ബാബു എല്ലാം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ യമുനയ്ക്കേ കഴിയൂ. പ്ലീസ് ഒന്ന് വരൂ, എനിക്കെന്തോ പേടിയാവുന്നു. ധൈര്യമായിരിക്കും റഷീദ്, ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ വരാം. നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. കാര്യം നടന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. ഒത്തോളിയാ പറയാ, ഒരു സിഗരറ്റ്. നിന്റെ ഒരു ടൈം. ഓ ഭാഗ്യവാൻ. കോടാളിയാക്കൾ നിന്നെ സമ്മതിച്ചിരിക്കും. നീ പറയുന്നത് ശരിയായിരിക്കും, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഓഫീസിലുള്ളവർ നടന്ന സംഭവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടാൽ ഞാൻ അന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അയാൾ വിളിച്ചതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെയായാലും ഓഫീസിലുള്ളവരൊക്കെ നിന്നെക്കുറിച്ച് മോശമായിട്ടാണ് പറയുന്നത്. എന്താടോ യമുനയെ 2 ദിവസമായിട്ട് ഓഫീസിലേക്ക് കാണുന്നില്ലല്ലോ, ലീവാണോ? അപ്പൊ സാർ ഒന്നും അറിഞ്ഞില്ലേ? ഓഫീസ് മുഴുവൻ പാട്ടാണ് സാർ. കാര്യം പറടോ. ഹോട്ടൽ അശോകിൽ നിന്ന് യമുന സിസ്റ്ററും ബാബു ബ്രദറും ഒരുമിച്ച് ഇറങ്ങി വരുന്നത് നമ്മുടെ ചില സ്റ്റാഫുകൾ കണ്ടു. അവർ കയ്യോടെ പിടിച്ചു. രഹസ്യം പരസ്യമായുള്ള ചമ്മലുകൊണ്ടായിരിക്കും യമുന ഓഫീസ് വരാത്ത. പെണ്ണല്ലേ സാർ? അനാവശ്യം പറയുന്നത്. ആരാടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലേ സാർ, കണ്ടവർ എന്നോട് പറഞ്ഞ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, യമുനയ്ക്ക് അങ്ങനെ സംഭവിക്കില്ല. സംഭവിച്ചു സാർ. സ്റ്റോപ്പ് ഇറ്റ്. നീയൊക്കെ പറയുന്ന പോലെ അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നുകിൽ അവനെ കൊന്നിട്ട് അവളിപ്പോ ജയിലിലായനെ, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. യമുനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവളെ മനസ്സിലാക്കാൻ എനിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. യെസ്, പറടാ, എവിടാ ബാബു? എന്താണത്? ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്ന് ഇരിക്കാനെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? സോറി, ഇരിക്കണം സാർ. രാവിലെ നല്ല വീശാണല്ലേ? അതന്നെ സാർ, ഞാൻ രാവിലെ. നിർത്തോ തന്റെ സാറ് വിളിയൊക്കെ. ഓഫീസിൽ മതി നമ്മൾ തമ്മിലുള്ള ഫോർമാലിറ്റീസ് ഒക്കെ. ഒരു കമ്പനിക്ക് ആളില്ലാതെ വിഷമിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് ലീവ്. അപ്പൊ പിന്നെ കമ്പനി ബാബുവിന്റെ കൂടെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഒന്ന് ഞാനും ഒഴിക്കല്ലേ. പിന്നെ ഇന്നത്തെ ഈ പാർട്ടി മദ്യത്തിൽ മാത്രം ഒതുക്കിയാ പോരാ. പിന്നെ ഹോട്ടൽ അശോകയിൽ യമുന വന്നതാണോ അത് വിളിപ്പിച്ചതാണോ? സാർ അത് പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്ന്. എന്റെ ഇഷ്ടം നമുക്കൂടി ഒന്ന് നടക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാന്ന്. അവൾ വന്നാണ്. കള്ളൻ കള്ളൻ, നീ വിളിപ്പിച്ചതല്ലേ കള്ളൻ.
ഹോട്ടൽ അശോകയിൽ എന്താണ് സംഭവിച്ചെന്ന് ഇവരെല്ലാരും കേൾക്കണേ പറയണം. പറയാൻ പറടാ. യെസ് കം ഇൻ. റഷീദ എവിടെ? റഷീദയോ? ഏത് റഷീദ? ഓ റഷീദ, അതിവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ കാണിച്ചു. റഷീദെ കണ്ടോളൂ. ഓ കാണാൻ പറ്റില്ലല്ലോ, കേൾക്കാനല്ലേ പറ്റൂ. കേട്ടോളൂ. ഹലോ, നമ്മൾ തമ്മിൽ പരിചയമില്ല, പക്ഷെ ബാബു എല്ലാം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ യമുനയ്ക്കേ കഴിയൂ. പ്ലീസ് ഒന്ന് വരൂ, എനിക്കെന്തോ പേടിയാവുന്നു. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ എത്രയോ ദിവസമായിട്ട് കാത്തിരിക്കുന്നുവെന്ന് നിനക്കറിയോ? അന്ന് പബ്ലിക് റോഡിൽ വെച്ച് ജനങ്ങളുടെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു. അന്ന് ഞാൻ ഒരിക്കൽ താണ്ടി ഈ കെണി. മാറുന്നാണ് നല്ലത്. നീയായിട്ട് വഴങ്ങിയാൽ സംഭവങ്ങൾക്ക് മൊത്തം ഒരു രസം ഉണ്ടാവും. അല്ല, ഞാൻ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് നിർബന്ധമെങ്കിൽ അതിനും എനിക്ക് വിരോധമില്ല. അല്പസമയം തരാം, നീ തന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. കാണുന്നില്ലല്ലോ. ചേട്ടാ നീ ഒന്ന് സമാധാനപ്പെട്. യമുന അകത്തുണ്ടെങ്കിൽ ഇറങ്ങി വരുമ്പോ കാണാമല്ലോ. നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോ നമ്മൾ കണ്ടതല്ലേ. ഇതിനകത്തുണ്ടെന്നുള്ള സ്പഷ്ടമാ. എന്നാലും ആ പെണ്ണ് സമ്മതിക്കണം. എന്റെ ആവശ്യം നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ഭയപ്പെടണ്ട, തീർച്ചയായും ഞാൻ നിന്നെ തൊടില്ല. പുറത്ത് ചിലർ കാത്തു നിൽപ്പുണ്ട്. നീയും ഞാനും ഈ മുറിയിലായിട്ട് കുറെ നേരമായി. ഇതിനകത്ത് എന്ത് നടന്നുവെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോ അവർ ഊഹിച്ചോളൂ. ആളിക്കത്തുന്ന തീ പോലെ ഈ സംഭവം ഓഫീസിലും നാട്ടിലും പടരും. അങ്ങനെ എല്ലാവരും നിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പും. ഒന്നും സംഭവിക്കാതെ തന്നെ അപമാനം ഏൽക്കുന്നതിന് ഒരു സുഖമുണ്ടല്ലോ, അത് നീ അനുഭവിക്കും. ബൈ, വരട്ടെ.